സോഫിയ കൊയ്റ്റ്സിയറുടെ തിരോധാനം. ഉഗാണ്ടയിലെ ദുരൂഹത. നെതർലാൻഡ്സിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന സോഫിയ കൊയ്റ്റ്സിയർ 2015 ഒക്ടോബർ 27 ഉഗാണ്ടയിലെ മർച്ചിസൺ വെള്ളച്ചാട്ടം ദേശീയോദ്യാനത്തിൽ മർച്ചിസൺ ഫോൾസ് നാഷണൽ പാർക്ക് വെച്ച് ദുരൂഹമായി അപ്രത്യക്ഷമായ സംഭവമാണ് ഇത്. ഈ തിരോധാനം ഇന്നും ഒരു ഉത്തരം കിട്ടാത്ത രഹസ്യമായി തുടരുന്നു. പശ്ചാത്തലം. സോഫിയ കൊയ്റ്റ്സിയർ ആംസ്റ്റർഡാമിലെ യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാമിൽ മെഡിസിൻ പഠിക്കുകയായിരുന്നു. 2015 ആഫ്രിക്കയിൽ ഒരു ഫീൽഡ് പ്രൊജക്ടിന്റെ ഭാഗമായി അവർ സഹപാഠികളോടൊപ്പം ഉഗാണ്ടയിലേക്ക് യാത്ര തിരിച്ചു. അവരുടെ പ്രൊജക്ട് പൂർത്തിയാക്കിയ ശേഷം നവംബർ 2 നെതർലാൻഡ്സിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചിരുന്നെങ്കിലും യാത്രാവിവരങ്ങൾ മാറ്റിയതിനെ തുടർന്ന് നവംബർ 9 മടങ്ങാനാണ് പദ്ധതിയിട്ടിരുന്നത്. ഇതിനിടയിൽ അവർ ഒരു സഫാരി യാത്രയ്ക്കായി ഉഗാണ്ടയിലെ മർച്ചിസൺ വെള്ളച്ചാട്ടം ദേശീയോദ്യാനത്തിലെത്തി. തിരോധാനം നടന്നത് 2015 ഒക്ടോബർ 27 സോഫിയയും കൂട്ടുകാരിയും ഉദ്യാനത്തിന്റെ വടക്കുഭാഗത്തുള്ള പാക്വാച്ച് ഒരു ക്യാമ്പിംഗ് സൈറ്റിനടുത്തുള്ള ലോഡ്ജിലായിരുന്നു താമസം. ഇവർക്കൊപ്പം മാർട്ടിൻ എന്നു പേരുള്ള ഒരു ഗൈഡുമുണ്ടായിരുന്നു. അന്നേ ദിവസം രാവിലെ സോഫിയയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ലോഡ്ജിൽ തന്നെയിരുന്നു. കൂട്ടുകാരിയും ഗൈഡും ഒരു ബോട്ട് സഫാരിക്കായി പോയതിനുശേഷം ഏകദേശം പകൽ 10 മണി കഴിഞ്ഞ് 30 മിനിറ്റോടെ സോഫിയ തനിയെ പുറത്തു നടക്കാനിറങ്ങി. കൂട്ടുകാരിയും ഗൈഡും ഉച്ചതിരിഞ്ഞ് പുലർച്ചെ 3 മണിയോടെ തിരിച്ചെത്തിയപ്പോൾ സോഫിയയെ കാണാനില്ലായിരുന്നു. ലോഡ്ജ് ജീവനക്കാരും അധികൃതരും തിരച്ചിൽ ആരംഭിച്ചു. ദുരൂഹമായ കണ്ടെത്തലുകൾ. തിരച്ചിൽ ദിവസങ്ങളോളം നീണ്ടുനിന്നു. കൂടാതെ ചില പ്രധാനപ്പെട്ടതും ദുരൂഹവുമായ വസ്തുക്കൾ വനത്തിനുള്ളിൽ നിന്ന് കണ്ടെടുത്തു. സോഫിയ അപ്രത്യക്ഷമായ സ്ഥലത്തിനടുത്ത് നിന്ന് അവരുടെ പാൻസിന്റെ ഭാഗങ്ങൾ, ഏകദേശം ഒരു പാൻസിന്റെ കാലിന്റെ വലുപ്പത്തിൽ, ഒരു ഷൂ, ഒരു ചെറിയ ബാഗ്, അടിവസ്ത്രം എന്നിവയാണ് കണ്ടെത്തിയത്. അവരുടെ അടിവസ്ത്രം വളരെ ഉയരമുള്ള ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു. തിരച്ചിൽ വിദഗ്ധർക്ക് കാര്യമായ രക്തത്തിന്റെയോ പിടിവലിയുടെയോ സ്ട്രഗിൾ സൂചനകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്വേഷണത്തിലെ ഊഹോപോഹങ്ങൾ. സോഫിയയെ കാണാതായ സംഭവത്തിൽ പലതരത്തിലുള്ള ഊഹങ്ങൾ ഉയർന്നുവന്നു. വന്യജീവികളുടെ ആക്രമണം. ദേശീയോദ്യാനം വന്യമൃഗങ്ങൾ നിറഞ്ഞ പ്രദേശമായതിനാൽ സിംഹം, ചീങ്കണ്ണി, മറ്റു വന്യജീവികൾ എന്നിവയുടെ ആക്രമണത്തിന് ഇരയായേക്കാം എന്നത് ഒരു പ്രധാന സാധ്യതയായിരുന്നു. എന്നാൽ മൃഗങ്ങൾ ആക്രമിച്ചതിന്റെ വ്യക്തമായ തെളിവുകളോ അവശേഷിപ്പുകളോ ശരീരഭാഗങ്ങളോ രക്തക്കറകളോ കണ്ടെത്താനായില്ല. അപകടം. അബദ്ധത്തിൽ കാട്ടിൽ വഴിതെറ്റുകയോ വെള്ളച്ചാട്ടത്തിനടുത്തുള്ള അപകടത്തിൽപ്പെടുകയോ ചെയ്തതാകാം. സ്വയം ഒളിച്ചോടൽ, ആത്മഹത്യ. സോഫിയയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന സൂചനകൾ ലഭിച്ചതോടെ പോലീസ് ഇതൊരു ആത്മഹത്യാശ്രമമായോ അല്ലെങ്കിൽ സ്വയം ഒളിച്ചോടിയതായോ സംശയിച്ചു. എന്നാൽ ഇതിനും സ്ഥിരീകരണമൊന്നും ലഭിച്ചില്ല. കുറ്റകൃത്യം. മറ്റേതെങ്കിലും ദുരൂഹമായ കുറ്റകൃത്യത്തിന് ഇരയായതാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. സോഫിയയെ കണ്ടെത്താൻ ഉഗാണ്ടൻ അധികൃതരും നെതർലാൻഡ്സിൽ നിന്നുള്ള സ്വകാര്യ അന്വേഷണ സംഘങ്ങളും കുടുംബാംഗങ്ങളും ചേർന്ന് വിപുലമായ തിരച്ചിലുകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. സോഫിയ കൊയ്റ്റ്സിയറെ പിന്നീട് കണ്ടെടുക്കുകയോ അവരുടെ തിരോധാനത്തിന് ഉത്തരം കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല. ഈ കേസ് ഇന്നും ഒരു തുറന്ന കേസായി ഓപ്പൺ കേസ് തുടരുന്നു. നെതർലാൻഡ്സിലെയും ഉഗാണ്ടയിലെയും അധികൃതർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഈ സംഭവം ഉഗാണ്ടയിലെ സുരക്ഷയെക്കുറിച്ചും വന്യജീവി സങ്കേതങ്ങളിലെ സഞ്ചാരികളുടെ സുരക്ഷയെക്കുറിച്ചും ചോദ്യങ്ങളുയർത്തി. സോഫിയയുടെ കുടുംബം ഇപ്പോഴും മകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്.